കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ പുഴുക്കൾ. ബാലുശ്ശേരി സ്വദേശി ശൈലജയും കുടുംബവും വാങ്ങിയ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഫ്രീസറിൽ പഴകിയ ഭക്ഷണം സൂക്ഷിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പരാതി നൽകിയിട്ടും ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുന്നതായി ആരോപണവും ഉയരുന്നു. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഇപ്പോൾ ഈ പരാതി ലഭിച്ചതിന് ശേഷവും ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുകയാണെന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. തീർച്ചയായും ദേവിക, ബാലുശ്ശേരി സ്വദേശി ശൈലജയും കുടുംബവും വാങ്ങിയ ബിരിയാണിയിലാണ് പുഴു കണ്ടെത്തിയത്. ഈ പുഴുവിനെ തുടർന്ന്, ഈ കണ്ടെത്തിനെ തുടർന്ന് ഹോട്ടലിലെത്തിയ നാട്ടുകാർ അവിടെ പരിശോധന നടത്തി ഫ്രീസറിൽ പഴകിയ ഭക്ഷണം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഈ ബിരിയാണിയിൽ നിന്ന് പുഴു അരിച്ചരിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ കൂടെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ബാലുശ്ശേരി കോക്കല്ലൂർ ആശുപത്രിക്കടുത്ത് ശ്രീസന്നിധി ഹോട്ടലിലാണ് ഇത്തരത്തിൽ ചിക്കൻ ബിരിയാണിയിൽ പുഴു കണ്ടെത്തിയത്. ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതിയിൽ യാതൊരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വീണ്ടും ഒരു പരാതി നൽകുവാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കുടുംബം എത്തി നിൽക്കുന്നത്. ദേവിക, ശരി, എന്നാലും കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ പുഴുക്കൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ബാലുശ്ശേരി സ്വദേശി ശൈലജയും കുടുംബവും വാങ്ങിയ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഫ്രീസറിൽ പഴകിയ ഭക്ഷണം സൂക്ഷിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പരാതി നൽകിയിട്ടും ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ച കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ദിസ്ന സുരേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.